ആബ്സല്യൂട്ട് സിനിമ ഭയങ്കരം, ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞാൽ ഇത്ര ഒരു നമ്മൾ ഈ യുദ്ധം തുടങ്ങി പല കാര്യങ്ങളും കണ്ടിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ, നമുക്ക് കൂടുതലും സങ്കടമായിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഒരു രോമാഞ്ചം നൽകുന്ന മിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഭയങ്കരം ഗംഭീരം, ഒന്നും പറയാനില്ല. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അശ്വിൻ. അത് പറയാൻ വിട്ടുപോയി. എന്തായാലും ഞാൻ ഈ സിനിമ എന്നൊരു വാക്ക് ഉപയോഗിച്ചുകൊണ്ടല്ലോ, അത് വെറുതെ ഇങ്ങനെ എന്തെങ്കിലും ആവേശത്തിന് പറഞ്ഞതല്ല, മറിച്ച് സ്റ്റീവൻ സ്പിൽബർഗിൻ്റെ 98 ഇറങ്ങിയ ഒരു സിനിമയുണ്ട്, സേവിങ് പ്രൈവറ്റ് റയാൻ. അതാണ് ലിറ്ററലി എനിക്ക് എൻ്റെ മോനെ ഒരു കൂട്ടത്തിലുള്ള ഒരു പട്ടാളക്കാരന് വേണ്ടിയിട്ടുണ്ടല്ലോ എല്ലാ സീമകളും ലംഘിച്ച് അതിസാഹസികമായിട്ടുള്ള അതിദുർഘടമായിട്ടുള്ള ഒരു മിഷൻ അമേരിക്കൻ ഗവൺമെൻറ് എടുത്തിരിക്കുകയാണ്. അമേരിക്കൻ ആർമി, എയർഫോഴ്സ് എല്ലാം ചേർന്നിട്ടുണ്ടല്ലോ അവരുടെ കൂട്ടത്തിലുള്ള ഒറ്റ മനുഷ്യന് വേണ്ടിയിട്ട് ജീവൻ പണയം വെച്ച്, അതായത് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ളൊരു പൊസിഷനിലേക്കാണ് അവർ പോകുന്നതെന്ന് അവർക്കറിയാം. എന്നിട്ടൊന്നും അവർ മടിച്ചില്ല. ഒരാളെ അവിടെ വേണമെങ്കിൽ ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും, കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും സംഭവിക്കും. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പോയിട്ട് നൂറുകണക്കിന് പേര് മരണപ്പെടാമെന്ന് പറയുന്നൊരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. അതൊന്നും വകവയ്ക്കാതെ ഉണ്ടല്ലോ ഈ യുദ്ധത്തിൽ ആദ്യമായിട്ട് അമേരിക്കൻ ഫോഴ്സ് ഇറാൻ്റെ മണ്ണിൽ കാലുകുത്തി ഒരു ഓപ്പറേഷൻ നടത്തുകയാണ്. ഇത്രയും കാലം ആകാശത്ത് നിന്ന് മാത്രം അവരുടെ എയർഫോഴ്സ് വെച്ചിട്ട് സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ. എന്നാൽ കൂട്ടത്തിലുള്ള ഒരുത്തനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ മണ്ണിൽ കാലുകുത്തിയിട്ടുണ്ടല്ലോ, അവനെ അവിടുന്ന് പുഷ്പം പോലെ രക്ഷിച്ചു കൊണ്ടുപോവുകയാണ്. ഭയങ്കരം. അത് ഇത്രയും ഞാൻ ഈ ഒരു യുദ്ധം തുടങ്ങിയിട്ട് കൂടുതൽ സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് പറയേണ്ടി വന്നിട്ടുള്ളത്. പക്ഷേ ഉണ്ടല്ലോ ഈ വീഡിയോ സംസാരിക്കുമ്പോൾ എൻ്റെ ആവേശം കണ്ടാൽ മനസ്സിലാവും, ആബ്സല്യൂട്ട് സിനിമ എന്ന് വിളിക്കാൻ പറ്റുന്നത് ഇതിനെയാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട വാർത്ത ഏതാണ്, അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഇറാൻ്റെ അതിർത്തിയിൽ, ഇറാൻ്റെ ആകാശ സീമകളിലൂടെ തലങ്ങും വിലങ്ങും പായുന്നുണ്ട്. കാരണം അങ്ങനെയാണ് അവർ ഇറാനെ ആക്രമിക്കുന്നത്, അല്ല നിലത്തിറങ്ങിയിട്ടുള്ള ഒരു ആക്രമണമല്ല, മറിച്ച് എല്ലാം തന്നെ ഈ എയർഫോഴ്സ് വെച്ചിട്ടാണ് ആക്രമിക്കുന്നതല്ലേ. അപ്പോൾ ഇതിൽ പല വിമാനങ്ങളും ഇറാൻ വെടിവെച്ചിടുന്നുണ്ട് കേട്ടോ. അത് ഭയങ്കര സംഭവമാണ് ഇറാനെ സംബന്ധിച്ച്. കാരണം അമേരിക്ക എന്താണ് പറയുന്നത്, ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർഫോഴ്സ് ആണ്. അവരുടെ കയ്യിലുള്ള യുദ്ധവിമാനങ്ങളിൽ പലതിനും സ്റ്റെൽത്ത് ടെക്നോളജി, അതായത് റഡാറിൻ്റെ കണ്ണിൽപ്പെടാതെ പറക്കാം, മിസൈലുകൾ വന്നാൽ വെട്ടിച്ച് പായാനുള്ള ശേഷി അത്രത്തോളം ഉണ്ട് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പല വിമാനങ്ങളും ഇറാൻ തകർക്കുന്നുണ്ട്. എന്നാലും ഈ ഒരു 2 ദിവസം മുമ്പ് ഇറാൻ ഒരു വിമാനം തകർക്കുകയാണ്. F-15E എന്ന് പറയുന്ന ഒരു യുദ്ധവിമാനമാണ്. അതിൻ്റെ അകത്ത് 2 വൈമാനികരായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് പൈലറ്റാണ്, രണ്ടാമത്തത് വെപ്പൺ സിസ്റ്റം ഓഫീസറാണ്. അതായത് പൈലറ്റ് വിമാനം പറപ്പിക്കുമ്പോഴും മറ്റേ വ്യക്തിയാണ്, മറ്റേ ഒരു വൈമാനികനാണ് എങ്ങോട്ടൊക്കെ ആക്രമിക്കണം, മിസൈലുകൾ ലോഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ബോംബുകൾ ഇടുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ രണ്ടാമത്തെ ഓഫീസറാണ്. എന്തായാലും ഈ വിമാനം ഇറാൻ ഉണ്ടല്ലോ വെടിവെച്ച് തകർക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ നിന്ന് എജക്ട് ചെയ്യും, സേഫായിട്ട് എജക്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇതിൽ ഒരാൾ വീണ അതിർത്തിയുടെ അടുത്തായതുകൊണ്ട് തന്നെ അമേരിക്കൻ ഫോഴ്സ് പെട്ടെന്ന് രക്ഷിച്ചു കൊണ്ടുപോവുകയാണ്. പക്ഷേ മറ്റൊരാൾ വീണിട്ടുണ്ടായിരുന്നത് ഇറാൻ്റെ വളരെ ഉള്ളിലായിരുന്നു. കാരണം പാരച്യൂട്ടാണ്, എങ്ങോട്ട് വേണമെങ്കിലും പറന്നു, അത്ര ഉയർത്തി നിന്നാണ് പറന്നു പോകുന്നത്. അപ്പോൾ പല ദിശകളിലേക്ക് പറന്നു പോകാമല്ലോ. ഇറാൻ്റെ ഏറ്റവും ഉള്ളിലുള്ള മരുഭൂമി പോലത്തെ വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു പ്രദേശമാണ്, ഒരുപാട് മലനിരകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വീഴുകയാണ്. ഇവിടെ വീണ ശേഷം പിന്നീട് സംഭവിച്ച കാര്യങ്ങളാണ് ലോകത്തെ ഞെട്ടിച്ചിട്ടുള്ളത്. ഭയങ്കര ഒരു സർവൈവലാണ്, ഭയങ്കര ഒരു റെസ്ക്യൂ ഓപ്പറേഷനാണ്. അടുത്തിടയ്ക്ക് നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ടില്ല. ഇറാന് ആ ഒരു വ്യക്തിയെ ജീവനോടെ പിടിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ യുദ്ധത്തിൻ്റെ ഗതി തന്നെ മാറിപ്പോയാണ്. കാരണം ഇറാൻ ആ ഒരു ഓഫീസറെ വെച്ചിട്ട് വിലപേശും, യുദ്ധം നിർത്തണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാൻ പറ്റും. ഇറാൻ വലിയൊരു ലെവറേജ് ആയിരുന്നു കിട്ടുക. പക്ഷേ ഉണ്ടല്ലോ അമേരിക്കൻ ആംഡ് ഫോഴ്സ് ഒരു ഡിസിഷൻ എടുക്കുകയാണ്, മരിച്ചാലും വേണ്ടില്ല അവനെ ഞങ്ങൾ ജീവനോട് കൊണ്ടുവരും. ഭയങ്കരം. ആ ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അവിടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മലകളുടെ ഇടയിൽ 7000 അടി മുകളിലോട്ട് ഈ ഒരു സോൾജിയർ കയറുകയാണ്. അവിടെ മലകളുടെ ഇടുക്കിലും അങ്ങനെ അതീവ ദുർഘടമായിട്ടുള്ള ടെറൈനാണ്. എന്ന് പറഞ്ഞാൽ പൂർണ്ണ മരുഭൂമി, മറ്റേ മണ്ണല്ല, ഈ പാറകൾ മാത്രമുള്ള, മലകൾ മാത്രമുള്ള പ്രദേശമാണ്. പക്ഷേ ഭയങ്കര ഡ്രൈ ആണ്. ഒരു വെള്ളമോ കാര്യങ്ങളോ ഈ മരങ്ങളോ ചെടികളോ ഒന്നുമില്ല. ആ ഒരു കൊടും വെയിലത്തോ മറ്റോ ഒക്കെ മുകളിലോട്ടൊക്കെ കയറിപ്പോയിട്ട് ഭയങ്കരം തന്നെ. അതിനെ അമേരിക്കൻ സൈന്യം രക്ഷിച്ചെടുത്ത കഥയാണ്. ലിറ്ററലി സ്റ്റീവൻ സ്പിൽബർഗിൻ്റെ പടം സേവിങ് പ്രൈവറ്റ് റയാൻ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫീഡിലേക്ക് വരണമെങ്കിൽ ദയവായിട്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചൊക്കെ ശ്രമിക്കുക. കാരണം യൂട്യൂബിൽ ലക്ഷക്കണക്കിന് വീഡിയോസ് ഉള്ളതുകൊണ്ട് യൂട്യൂബിന് പോലും അറിയത്തില്ല ഇപ്പോൾ നിങ്ങളുടെ ഫീഡിലേക്ക് ഏത് വീഡിയോസാണ് കൊണ്ടുവരേണ്ടതെന്ന്. അപ്പോൾ അത് യൂട്യൂബിന് മനസ്സിലാക്കി കൊടുക്കാൻ ലൈക്ക് ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരുപാട് ആൾക്കാർ കമൻറ്റിൽ ചോദിക്കാറുണ്ട് വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ മാർക്കറ്റ് വുൾഫ് എന്നൊരു അമേസിംഗ് ആപ്പ് പരിചയപ്പെടുത്തുന്നത്. മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന ഇന്ത്യയിൽ അതിവേഗം വളരുന്ന ഒരു സെബി രജിസ്റ്റേർഡ് പ്ലാറ്റ്ഫോമാണിത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെറും 99 രൂപയുടെ വൺ ടൈം ലൈഫ് ടൈം ഫീ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് തുടങ്ങാം എന്നുള്ളതാണ്. ഇവിടെ വാർഷിക മെയിൻ്റനൻസ് ചാർജുകളോ മറ്റ് ഹിഡൻ ചാർജുകളോ ഇല്ല. തുടക്കക്കാർക്ക് പോലും വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഈ ഒരു ആപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സൈഡിൽ കാണുന്ന ഈ വീഡിയോ മറ്റൊരു വ്യക്തി ചെയ്ത ട്രേഡാണ്. ഇതിൽ ഫോളോ ട്രെൻഡ് എന്നൊരു ഫീച്ചർ ഉണ്ട്. നിലവിലുള്ള മാർക്കറ്റ് ട്രെൻഡുകൾ നിരീക്ഷിക്കാനും ട്രേഡുകൾ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. വലിയൊരു തുകയുടെ ആവശ്യമില്ലാതെ
ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് ഇവിടെ ട്രേഡിംഗ് തുടങ്ങാനും പടിപടിയായിട്ട് കാര്യങ്ങൾ പഠിക്കാനും സാധിക്കും. മറ്റൊരു പ്രധാന കാര്യം ഇതിലെ റിസ്ക് കൺട്രോൾ സംവിധാനമാണ്. ഇതിൽ ഇൻബിൽറ്റ് സ്റ്റോപ്പ് ലോസ് ഫീച്ചർ ഉള്ളതിനാൽ ഒരു നിശ്ചിത ലെവലെത്തുമ്പോൾ നിങ്ങളുടെ ട്രേഡ് ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കുകയും വലിയ നഷ്ടങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും. സ്റ്റോക്കുകൾ കൂടാതെ ഗോൾഡ്, സിൽവർ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ് തുടങ്ങിയ കമ്മോഡിറ്റീസും രാവിലെ മുതൽ അർദ്ധരാത്രി വരെ ഈ ഒരു ഒറ്റ ആപ്പിലൂടെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. കൂടാതെ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുകളുടെ ഒരു ടീം തന്നെ ഇതിലുണ്ട്. മാർക്കറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് തത്സമയം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഇൻസൈറ്റുകളും ട്രേഡ് ഐഡിയാസും അവർ പങ്കുവയ്ക്കുന്നു. ഇതിനോടകം തന്നെ ഇന്ത്യയിലുടനീളം 2 മില്യണിലധികം ഡൗൺലോഡ്സുള്ള ഈ പ്ലാറ്റ്ഫോം വഴി ഒട്ടനവധി ആൾക്കാർ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുകയും ഇതിൽ പങ്കാളികളാകുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് വോൾഫ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. നമ്മളപ്പോൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് ശരിക്കും അവിടെ എന്താണ് സംഭവിച്ചത്, ഈ ഒരു പൈലറ്റിനെ എങ്ങനെയാണ് റെസ്ക്യൂ ചെയ്തത്, അതോടൊപ്പം ട്രംപ് എന്താണ് പറഞ്ഞത്. കാരണം ട്രംപ് അനൗൺസ് ചെയ്തപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ വാർത്തകൾ അറിയുന്നത്. പിന്നീടാണ് ഒരുപാട് മാധ്യമങ്ങൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ മറുപടിയായിട്ട് ഇറാൻ ഇപ്പോൾ ഭയങ്കര ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ട്രംപിൻ്റെ ഭീഷണിയുണ്ട്. ട്രംപിൻ്റെ ഭീഷണിയായിട്ട് ഇറാനും മറ്റൊരു ഭീഷണി മുഴക്കിയിട്ടുണ്ട് കേട്ടോ. വലിയ സർപ്രൈസുകളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലോകം ഇപ്പോൾ ഒരു ആണവ യുദ്ധത്തിലേക്ക് പോകുമോ എന്ന് വരെ ചർച്ച ചെയ്യുന്ന തരത്തിലാണ് ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മളിവിടെ എന്താണ് സംഭവിച്ചത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഈ യുദ്ധം തുടങ്ങിയ കാലം മുതൽ അല്ലെങ്കിൽ ഒരു 8-9 മാസം നടന്ന യുദ്ധമാണെങ്കിലും ഒക്കെ തന്നെ അമേരിക്കൻ സൈനികർ ഈ ഒരു ഇറാൻ്റെ മണ്ണിൽ കാലുകുത്തിയിട്ടല്ല യുദ്ധം നടത്തുന്നത്, മറിച്ച് അവരുടെ എയർഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ടാണ് കംപ്ലീറ്റ് ഓപ്പറേഷനും അമേരിക്ക ചെയ്യുന്നതല്ലേ. ഞാൻ പറഞ്ഞ പോലെ തന്നെ അമേരിക്കയെ നേരിട്ട് വന്ന് ബോംബിടാൻ പറ്റുന്ന B-2 സ്പിരിറ്റ് ബോംബറുകൾ വരെ അമേരിക്കയെ കൊണ്ട് അത്രയും കരുത്തുറ്റതാണ് അമേരിക്കൻ സൈന്യം, അമേരിക്കൻ എയർഫോഴ്സ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടായിരുന്നു, യുദ്ധം ഇങ്ങനെ താഴത്തോട്ട് വരും, പെട്ടെന്ന് ഈ ട്രംപ് എന്തെങ്കിലും ചെയ്യും, യുദ്ധം മുകളിലോട്ട് പോകുമെന്നല്ലേ. അപ്പോൾ അതുപോലത്തെ ഈ യുദ്ധത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കാവുന്ന ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നമുക്ക് കൈവിരലുകളിൽ എണ്ണിയെടുക്കാവുന്നത്രയും അമേരിക്കൻ യുദ്ധവിമാനങ്ങളെ ഇറാൻ വെടിവെച്ച് അടിച്ചിട്ടിട്ടുണ്ട്. കാരണം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ്, ഇറാൻ കൊടുക്കുന്ന സർപ്രൈസുകളാണ്. ലോകം തന്നെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഇറാൻ്റെ കയ്യിൽ ഇത്രയും എഫക്റ്റീവായിട്ടുള്ള ഒരു വെപ്പൺ സംവിധാനം, ഒരു ആയുധ സംവിധാനം ഉണ്ടെന്നല്ലേ. അവരുടെ മിസൈലുകളൊക്കെ ഇപ്പോൾ ഡിയാഗോ ഗാർഷ്യയിൽ വരെ എത്തി. അവരിന്ന് 4000 കിലോമീറ്റർ റേഞ്ചുള്ള മിസൈലുകളൊക്കെ ആയിരുന്നു പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും അതിനപ്പുറത്തേക്ക് ഇവരുടെ സുപ്രീം ലീഡറിനെ കൊന്നു, ഇവരുടെ കമാൻഡേഴ്സിനെ എല്ലാം കൊന്നു, ഇവരുടെ എല്ലാ മിലിറ്ററി ബേസുകളും തകർത്തു, യുദ്ധക്കപ്പലുകൾ തകർത്തു, റഡാർ സിസ്റ്റം തകർത്തു. എന്നിട്ടും ഉണ്ടല്ലോ IRGC പോരാടുന്നത് വളരെ 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 ശക്തമായിട്ടാണ്. അതിൻ്റെ അകത്തൊരു തർക്കവും ഇല്ല. ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. സർപ്രൈസുകളാണ് അവർ ലോകത്തിന്, അല്ല അമേരിക്കയ്ക്കും ഇസ്രായേലിനും കൊടുത്തുകൊണ്ടിരിക്കുന്നതല്ലേ. എന്തായാലും അതുപോലത്തെ സർപ്രൈസുകളാണ്. അമേരിക്ക എന്താണ് പറയുന്നത്, ഞങ്ങളുടെ കയ്യിൽ ലോകത്തിലെ തന്നെ ഏറ്റവും അത്യുന്നതങ്ങളിലുള്ള എയർഫോഴ്സ് ആണുള്ളത്, ആർക്കും തൊടാൻ പറ്റില്ല. B-2 സ്പിരിറ്റ് ബോംബറുകളൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? B-2 സ്പിരിറ്റ് ബോംബർ അടിപൊളി തന്നെയാണ്, സംഭവം ശരിയുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ആ ഒരു ലോകത്തിൻ്റെ നെറുകയിലെന്ന് ട്രംപ് അവകാശപ്പെടുന്ന ഈ എയർഫോഴ്സിൻ്റെ പല വിമാനങ്ങളുണ്ടല്ലോ IRGC സുഖമായിട്ട് വെടിവെച്ചിടുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസം, അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ പല വിമാനങ്ങളും വെടിവെച്ചിടുമ്പോൾ ഈ യുദ്ധവിമാനങ്ങൾക്കുള്ള പ്രത്യേകത നിങ്ങൾ പല സിനിമകളും കണ്ടിട്ടുണ്ടാകും. അതായത് ആ ഒരു വിമാനത്തിലേക്ക് ഒരു മിസൈൽ വന്ന് ഹിറ്റ് ചെയ്യുകയാണ്. അതായത് അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് താഴത്തുനിന്നൊരു മിസൈൽ ആരോ വിടുകയാണ്, ആ ഒരു വിമാനത്തെ കൊള്ളുകയാണ്. അതിന് ഡാമേജ് പറ്റിയാൽ അത് നിലംപൊത്തി കഴിഞ്ഞാൽ പിന്നെ ആളൊന്നും ഉണ്ടാവും, ജീവനോട് ഉണ്ടാകുക. കാരണം അതിൻ്റെ അകത്ത് അത്രത്തോളം ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ഫ്യൂവലാണല്ലോ ഉള്ളത്. അത് മൊത്തം കത്തിപ്പിടിച്ച് നാശമായി പോകും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അതിലെ പൈലറ്റുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാ യുദ്ധവിമാനങ്ങളിലും ഒരു എജക്ഷൻ സംവിധാനം ഉണ്ടാവും. അതായത് വിമാനം ഒരു മിസൈലാൽ ആക്രമിക്കപ്പെട്ടാൽ അടുത്ത നിമിഷം അതിൻ്റെ പൈലറ്റ് ഉണ്ടല്ലോ ഒരു ലിവർ വലിക്കും. ഈ ലിവർ വലിച്ചാൽ മില്ലി സെക്കൻഡുകളിൽ, അത് നമുക്ക് കണ്ണടച്ച് തുറക്കേണ്ട ആ ഒരു ഗ്യാപ്പ് പോലും ഇല്ല, മില്ലി സെക്കൻഡിൽ പൈലറ്റിൻ്റെ ഇരിക്കുന്ന സീറ്റ് അടക്കം ആദ്യം ഗ്ലാസ് പൊട്ടും, പിന്നെ സീറ്റ് അടക്കം പുറത്തോട്ട് തെറിച്ചു പോകും. നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിലെ 2019 അന്നത്തെ വിംഗ് കമാൻഡർ ആയിട്ടുള്ള അഭിനന്ദൻ വർദ്ധമാൻ്റെ ആ ഒരു സംഭവം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. അതായത് ഇദ്ദേഹം പാകിസ്ഥാൻ്റെ മുകളിലൂടെ ഈ ഒരു യുദ്ധവിമാനം പറപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പാകിസ്ഥാൻ നമ്മുടെ യുദ്ധവിമാനം വെടിവെച്ചിടുകയാണ്. അപ്പോൾ എന്താണ് ഇദ്ദേഹം ചെയ്തത്? ഇദ്ദേഹം ഈ ഒരു ലിവർ വലിച്ച് എജക്റ്റ് ചെയ്യുകയാണ്, പാകിസ്ഥാനിൽ പോയിട്ട് വീഴുകയാണ്. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാകിസ്ഥാൻ നമുക്ക് കൃത്യമായിട്ട് കൈമാറി. എന്തായാലും ഈ എജക്ഷൻ സംവിധാനത്തെ പറ്റി പറയുവാണെങ്കിൽ ഇതിങ്ങനെ മില്ലി സെക്കൻഡിൽ, നമ്മൾ ഒരു സെക്കൻഡിൻ്റെ ഒരു അംശത്തിലാണ് തെറിച്ച് പോകുന്നത്, തെറിച്ച് മുകളിലോട്ട് പോകും. അതിനുശേഷം പാരച്യൂട്ട് ഓട്ടോമാറ്റിക്കലി അത് ഡിപ്ലോയ് ആകും. അപ്പോൾ ഒരുപാട് അടി ഉയരത്തിലാണ്. അപ്പോൾ കാറ്റിൻ്റെ ഗതി കൊണ്ട് എങ്ങോട്ട് വേണമെങ്കിലും പറന്ന് ലാൻഡ് ചെയ്യാമല്ലേ. ഇങ്ങനെ എജക്റ്റ് ആകുമ്പോൾ ഇവരുടെ കൂടെ ഉണ്ടാകുന്ന, അതായത് അടിസ്ഥാനമായിട്ട് ഇവർക്ക് നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഇവരുടെ കൂടെ ഉണ്ടാകും. ഒന്നാമത്തത് ഏറ്റവും പ്രധാനമായിട്ട് ഇവരുടെ കയ്യിലൊരു പിസ്റ്റൾ ഉണ്ടാകും. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് നമ്മളുടെ കീർത്തിചക്രയിലോ കുരുക്ഷേത്രയിലോ ഇങ്ങനത്തെ ഒരു സീനുണ്ടല്ലേ, അതിൻ്റെ അകത്ത് ഒരു ഇന്ത്യൻ എയർഫോഴ്സ് ഇങ്ങനെ പറപ്പിക്കുമ്പോൾ പാകിസ്ഥാൻ്റെ ആക്രമണത്തിൽ തകർന്ന് അവിടെ
വീഴും. അപ്പോൾ പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് രക്ഷയില്ലെന്ന് പറയുമ്പോൾ അദ്ദേഹം സ്വയമായിട്ട് വെടിവെച്ച് മരിക്കുന്ന ഒരു സീന് കീർത്തി ചക്രയിലോ കുരുക്ഷേത്രയിലോ ഏതിലോരെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ കയ്യിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രധാനമായിട്ടും ഇവരുടെ ബേസുമായിട്ട് കണക്ട് ചെയ്യാനുള്ള, സംസാരിക്കാനുള്ള അല്ലെങ്കിൽ ഇൻഫർമേഷൻ കൊടുക്കാനുള്ള ഒരു വയർലെസ് ഡിവൈസ്, ഒരു വയർലെസ് റേഡിയോ ഡിവൈസ് ഇവരുടെ കൂടെ ഉണ്ടാവും. അതോടൊപ്പം ഒരു GPS ലൊക്കേറ്റർ ഉണ്ടാവും, കുറച്ച് വെള്ളവും ഇലക്ട്രോലൈറ്റും അടങ്ങിയ അല്ലെങ്കിൽ ചെറിയ സ്നാക്ക് പാക്കറ്റുകൾ ഉണ്ടാവും. അതോടൊപ്പം ചെറിയ കത്തിയൊക്കെ അടങ്ങുന്ന മൾട്ടി ടൂള്, ചെറിയ കയറ്, പിന്നെ ഷെൽട്ടറിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ടർപ്പോള പോലത്തെ സാധനം, അങ്ങനെ ഒരുപാട് ലിസ്റ്റുകളുണ്ട്. അതായത് ആൻറ്റിബയോട്ടിക്, പിന്നെ ബാൻഡേജ്, അതായത് മുറിവുകളൊക്കെ സംഭവിക്കുക ചെറ്റി താഴെ വരുമ്പോൾ, അപ്പോൾ അതിനുള്ള ഇതുണ്ട്. ക്ലീനിങ് വൈപ്സ് ഉണ്ടാവും, പിന്നെ ടേപ്പ് ഉണ്ടാവും എന്തെങ്കിലും റിപ്പയർ വർക്കിന്, പിന്നെ കോമ്പസ്, നമ്മളുടെ വടക്ക് നോക്കി യന്ത്രം, ചിലപ്പോൾ ചിലവരുടെ കയ്യിൽ മാപ്പുകളുണ്ടാകും. അതോടൊപ്പം തന്നെ പിന്നെ ഇൻസെക്റ്റ് റിപ്പലൻ്റ്, അതായത് പ്രാണികളൊന്നും ആക്രമിക്കാൻ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവരുടെ ഒപ്പം എജക്റ്റ് ആകും. കൃത്യമായിട്ടുള്ള ഡാറ്റയുള്ള വെബ്സൈറ്റുകളൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ വെറുതെ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഓർക്കും ഇതൊക്കെ കൊണ്ടാണ് ഇവർ എജക്റ്റ് ആകുന്നതെന്ന്. അവരെപ്പോഴും അത് സജ്ജീകരിച്ച് വെച്ചിരിക്കുകയാണത്. ഇത്ര എക്സ്പയർ കഴിയുമ്പോൾ അത് മാറുകയും ചെയ്യും. ഓരോ രാജ്യത്തിൻ്റെ എയർഫോഴ്സിനും ഓരോ പ്രോട്ടോക്കോൾ ഉണ്ട്. ഇനി ഒരു രാജ്യം തന്നെ എടുക്കുകയാണെങ്കിൽ ഹൈ റിസ്ക് ഓപ്പറേഷനിലേക്ക് പോകുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഇറാൻ്റെ അതിർത്തിയിൽ കയറിയിട്ടുള്ള യുദ്ധങ്ങളല്ലേ ചെയ്യുന്നത്, അപ്പോൾ കൂടുതൽ സാധനങ്ങൾ അവരുടെ കയ്യിൽ കാണും. എന്തായാലും അമേരിക്കയുടെ ഈ F-15E എന്ന് പറയുന്ന യുദ്ധവിമാനം ആക്രമിക്കപ്പെടുകയാണ്. അപ്പോൾ തന്നെ പൈലറ്റ് ലിവർ വലിക്കുകയാണ്. കാരണം നിലത്തേക്ക് കുപ്പുകുത്തി അവർ പൊട്ടി സ്ഫോടനം ഉണ്ടായി മരിക്കത്തേ ഉള്ളൂ. ലിവർ വലിച്ചു, എജക്റ്റായി പാരച്യൂട്ടിൽ താഴത്തോട്ട് വരികയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു വൈമാനികൻ വീണിട്ടുണ്ടായിരുന്നത് ഇറാൻ്റെ അതിർത്തിയിലായിരുന്നു. ആ ഒരു വീണ ആളെ പെട്ടെന്ന് തന്നെ അമേരിക്കൻ സൈന്യം, അതായത് അവിടെ കൂടെ മറ്റു വ്യക്തികളും ഹെലികോപ്റ്ററുകളൊക്കെ പറക്കുന്നുണ്ട്, അവരൊന്ന് രക്ഷിച്ചു കൊണ്ടുപോവുകയാണ്. പക്ഷേ മറ്റൊരു സോൾജിയർ വീണിട്ടുണ്ടായിരുന്നത് ഒരുപാട് ഉള്ളിലായിരുന്നു. കാറ്റടിച്ച് അങ്ങോട്ട് പോയിട്ട് ഇറാൻ്റെ ഈ കൊടൂരമായിട്ടുള്ള മലനിരകളുണ്ടല്ലോ, അങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ലാൻഡ്, അവിടെയായിരുന്നു വീണിട്ടുണ്ടായിരുന്നത്. ഇത് വീണത് കൊണ്ട് പിന്നീട് അങ്ങോട്ട് സംഭവിച്ച കാര്യങ്ങൾ അതീവ നാടകീയമായിരുന്നു. അതായത് ഇറാൻ മനസ്സിലാക്കി ഒരാളിവിടെ വീണിട്ടുണ്ട്, പക്ഷേ ഇറാൻ കണ്ടെത്താൻ പറ്റുന്നില്ല. അവർ പോയി നോക്കി വെടിവെച്ചിട്ടവർ, പക്ഷേ കണ്ടെത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇറാൻ ഇന്നേവരെ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു സെർച്ച് ഓപ്പറേഷനായിരുന്നു. ഇറാൻ എന്ത് ചെയ്തു? തങ്ങളുടെ ആർമി, തങ്ങളുടെ IRGC, പോലീസ് എല്ലാവരെയും വിട്ടു തരികയാണ്. എന്നിട്ട് രക്ഷയില്ല. അപ്പോൾ അവർ ബുദ്ധി പ്രയോഗിക്കുകയാണ്, ഇയാളെ ആര് കണ്ടെത്തി തന്നാലും ഞങ്ങൾ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന്, ഏകദേശം 50 ലക്ഷത്തോളം രൂപ തരുമെന്നൊരു ഇനാം പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ജനങ്ങൾ, ആ ഒരു പ്രദേശത്തുണ്ടായിരുന്ന ആയിരക്കണക്കിന് ജനങ്ങളുണ്ടല്ലോ, ഈ ഒരു പൈലറ്റിനെ തേടി ഇറങ്ങുകയാണ്. ഒന്നാലോചിച്ച് നോക്കുക, എന്തോരം പേരുണ്ടാകും മൊത്തത്തിൽ. അവിടെ ഫുള്ള് തിരഞ്ഞിറങ്ങുകയാണ്. പക്ഷേ ഈ പൈലറ്റ് എന്താണ് ചെയ്തത്? ഇവർ തിരഞ്ഞിട്ടൊന്നും കിട്ടുന്നില്ല. ഏകദേശം 36 മുതൽ 48 മണിക്കൂർ വരെ സർവൈവ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഈ പൈലറ്റ് ഉണ്ടല്ലോ, ഈ കൊടൂരമായിട്ടുള്ള മലയുണ്ടല്ലോ, അതങ്ങോട്ട് കയറുകയാണ്. കാരണം സാധാരണ ഒരു വ്യക്തിക്ക് അങ്ങോട്ട് എളുപ്പത്തിൽ കയറാൻ പറ്റില്ല. 7000 അടിയാണ് അതിൻ്റെ ടോപ്പ് പോയിന്റ് എന്നുള്ളത്. 7000 അടി എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. നമ്മൾ ഒരു കാറിലൊക്കെ പോകുമ്പോൾ നമ്മൾ അറിയില്ല, പക്ഷേ നിലത്തുനിന്ന് 7000 അടിയിലേക്ക് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക് തന്നെയാണ്. അതും വളരെ ഡ്രൈ ആയിട്ടുള്ളതാണ്. ഈ മലകളിലേക്ക് കയറി അതിൻ്റെ ഇടയിലുള്ള പാറയുടെ ഇടുക്കുകളൊക്കെ ഉണ്ടല്ലോ, അവിടെ ഇരുന്ന് വീണ്ടും എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ വീണ്ടും മുകളിലോട്ട് കയറി ഇങ്ങനെ മാറി മറിഞ്ഞു ഇദ്ദേഹം പീക്കിലെത്തുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, അദ്ദേഹത്തിൻ്റെ മനോധൈര്യം എന്ന് ചിന്തിച്ച് നോക്കുക. എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാം, എപ്പോൾ വേണമെങ്കിലും പിടിക്കപ്പെടാമെന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ, അതായത് ഒരു വിമാനം തകർന്ന് അതിൽ നിന്ന് ലാൻഡ് ചെയ്ത് അവിടെ വന്ന് ഇറങ്ങിയതാണ് പാരച്യൂട്ടിലല്ലേ, എന്നിട്ട് പിടിക്കപ്പെടാതിരിക്കാനായിട്ട് ഇത്രയും വലിയ അഭ്യാസം കാണിച്ചിട്ട് വരുന്നതാണ്. വിമാനം അങ്ങനെ ഇങ്ങനെയൊക്കെ പറപ്പിച്ചിട്ട് വരുന്നവരാണ്. ഈ മല 7000 അടി കയറുകയാണ്. അതിൻ്റെ പാറയുടെ ഇടയിലൊക്കെ ഒളിച്ചിരിക്കുകയാണ്. അതിനെ രക്ഷിക്കാനായിട്ട്, അതായത് സിഗ്നൽ കൊടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സർവൈവൽ കിറ്റുകളെല്ലാം ഉണ്ട്, അല്ലാതെ ഒന്നും ഇല്ലാതെയല്ല ഇരിക്കുന്നത്. ചെറിയൊരു വെള്ളത്തിൻ്റെ പാക്കറ്റ് ഉണ്ടാകും, പിന്നീട് ഇലക്ട്രോലൈറ്റ് ഉണ്ടാകും, ചിലപ്പോൾ ചെറിയ സ്നാക്സ് ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ സർവൈവൽ ടൂൾസ് ഉണ്ടാകും, കത്തി, കയറ് തുടങ്ങിയ കാര്യങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ഫയർ സ്റ്റാർട്ട് ചെയ്യാനുള്ള ലൈറ്റർ പോലത്തെ സംവിധാനങ്ങളുണ്ടാകും. കാരണം തീയൊക്കെ ഉണ്ടാക്കേണ്ടി വരും. പിന്നെ ഫ്ലെയേഴ്സ് ഉണ്ട് കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. കാരണം അവരെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കത്തിച്ച് കാണിക്കില്ല. നമ്മളൊരു പുക പോലെ വരുന്നൊരു സാധനം, പുകയോ ലൈറ്റും പോലെ വരുന്നൊരു സാധനം കത്തിച്ച് കാണിക്കുക, ലേസർ ഉണ്ടാകും. ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവരുടെ കയ്യിലുണ്ടാകും. എന്തായാലും ഇതൊക്കെ കൊണ്ട് ഇദ്ദേഹം കഠിനമായിട്ടുള്ള മലയൊക്കെ കയറി സർവൈവ് ചെയ്യാണ്. വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അറിയിക്കുന്നുണ്ട്, ഞാനിവിടെ ജീവനോടെയുണ്ട്, എന്നെ ആരും പിടിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ താഴത്ത് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആയിരക്കണക്കിന് ആൾക്കാരും പട്ടാളക്കാരും പോലീസും ഒക്കെ ഇയാൾക്ക് വേണ്ടി തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇയാളെ പിടിച്ചാൽ എന്താ ഗുണമെന്ന് പറഞ്ഞാൽ, ഇറാന് ഭയങ്കര അഡ്വാൻറ്റേജാണ്. ഇയാളെ വെച്ച് വിലപേശാൻ പറ്റും. കാരണം ലോകത്തെ ഒരു ആർമിയും തൻ്റെ ഒരു പട്ടാളക്കാരനെ അയാൾ പൊക്കോട്ടെ അല്ലെങ്കിൽ അയാളെ പിടിച്ച് എന്തെങ്കിലും ചെയ്യട്ടെ, നമുക്ക് യുദ്ധം തുടരാമെന്ന് വയ്ക്കില്ല. ഇതാണ് യുദ്ധത്തിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, അവരെ വെച്ച് നമുക്ക് ലിവറേജ് നടത്തിയാൽ നമുക്ക് ഒരു ഭയങ്കര അഡ്വാൻറ്റേജാണ്, നമുക്ക് ഭയങ്കര മുൻതൂക്കം കിട്ടും ഈ ഒരു യുദ്ധത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഇത്രത്തോളം വലിയ ഇനാമൊക്കെ പ്രഖ്യാപിച്ച് വലിയൊരു തെരച്ചിൽ ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ കിട്ടിയില്ല. അങ്ങനെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിടുകയാണ്, എന്ത് വില കൊടുത്തും ഇയാളെ പോയിട്ട് ജീവനോടെ കൊണ്ടുവരണമെന്നുള്ളത്. അങ്ങനെ അവിടുത്തെ എയർഫോഴ്സും ആർമിയും ഒക്കെ ചേർന്ന് സംയുക്തമായിട്ടുള്ള ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ, ഇന്നേവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു CSIR, അതായത് കോമ്പാക്ട് സെർച്ച് ആൻഡ് റെസ്ക്യൂ മിഷൻ ഓപ്പറേഷൻ നടത്താനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. അതുപ്രകാരം
ഒരുപാട് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അമേരിക്കയുടെ എയർക്രാഫ്റ്റുകൾ, യുദ്ധവിമാനങ്ങൾ, ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്റേഴ്സ് എല്ലാം തന്നെ അങ്ങോട്ട് ഉടൻ തന്നെ പറന്നു പോവുകയാണ്. ഒന്നും നോക്കിയില്ല. അവിടെ യുദ്ധത്തിനുള്ള, അതായത് ഇവർ പോകുന്ന എന്താണ്, ഏറ്റവും വലിയ യുദ്ധം ചെയ്യണമെങ്കിലും അതിനുള്ള സജ്ജീകരണമായിട്ടാണ് ഇവർ പോകുന്നത്. കാരണം അറിയാം, ഇറാൻ സൈന്യം താഴെയുണ്ട്, അവരടിച്ചിട്ട പ്രദേശത്ത് തന്നെയാണ് ഇതൊക്കെ നടക്കുന്നതല്ലേ. അപ്പോൾ എന്ത് വേണമെങ്കിലും എന്ത് ആക്രമണങ്ങൾ നടത്താമെന്ന് പറഞ്ഞിട്ട് ഏറ്റവും വലിയ പ്രത്യാക്രമണം നടത്താനുള്ള രീതിയിലാണ് ഇവർ കച്ചകെട്ടി പോകുന്നത്. ആ സമയത്ത് പല അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടക്കുന്നുണ്ട്. എന്നിട്ടും ഇറാൻ അടിച്ചുകൊട്ടെ, ഇവരുടെ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തകർത്തിട്ടുണ്ടായിരുന്നു ഇറാൻ. പക്ഷേ അത് അതിർത്തിക്ക് അപ്പുറത്തേക്ക് വരെ എത്തി. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരും കൂടെ പെട്ടുപോയനെ. സ്പെഷ്യൽ ഓപ്പറേഷൻ ഫ്ലൈറ്റ് ആയിട്ടുള്ള MC-130J അടക്കമാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇവർ ലൊക്കേഷനുണ്ട്, ഓൾറെഡി കൃത്യമായിട്ട് റേഡിയോ കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു GPS ലൊക്കേറ്റർ ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് GPS കോർഡിനേറ്റ്സോ അല്ലെങ്കിൽ പോയിൻ്റൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് എവിടെയാണെന്നുള്ള കാര്യത്തിൽ കറക്റ്റ് മാപ്പിൽ എന്ന പോലെ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പാടില്ല. പക്ഷേ മലകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്നതുകൊണ്ട് കുറച്ച് പാടായിരുന്നു. എന്തായാലും ഇവരവിടെ ഒന്ന് ലാൻഡ് ചെയ്യുകയാണ്. അങ്ങനെ ഈ അമേരിക്കൻ സൈന്യം ഈ യുദ്ധത്തിന് ശേഷം ഇറാൻ്റെ മണ്ണിൽ ആദ്യമായിട്ട് കാലുകുത്തിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യാക്രമണമൊക്കെ ഉണ്ടാകുകയാണ്. ഇറാൻ സൈന്യം ഇവരെ ആക്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവർ കൂടുതലും പ്രത്യാക്രമണം നടത്താനോ അല്ലെങ്കിൽ അവരെ ആക്രമിക്കാനോ അല്ല നോക്കുന്നത്. പ്രത്യാക്രമണം എന്നുള്ള ഒരു ഡിഫൻസ് ആയിട്ട് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ ഉദ്ദേശം എന്താണ്, ഇദ്ദേഹത്തെ രക്ഷിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണല്ലേ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ വിമാനത്തിനൊക്കെ വീണ്ടും കേടുപാടുകൾ വരുന്നുണ്ട്. 2 ഹെലികോപ്റ്റർ, ബ്ലാക്ക് ഹോക്കാണ്, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹെലികോപ്റ്ററാണ്. അമേരിക്ക ഈ ഒരു യുദ്ധത്തിൽ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. അതുവരെ കത്തിപ്പോയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് അതുവരെ ഡാമേജ് ആയിട്ടുണ്ട്. എന്തൊക്കെയായാലും ഈ ടീം വന്ന് ആ ഒരു സോൾജിയറിനെ, ആ ഒരു പൈലറ്റിനെ അവിടുന്ന് രക്ഷിച്ചു കൊണ്ടുപോവുകയാണ്. ഇത്രത്തോളം മിസൈലുകൾക്കിടയിലും ഇത്രത്തോളം യുദ്ധ കോലാഹലങ്ങൾക്കിടയിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്ന് പറയുന്ന ഒരു പോയിന്റിൽ അവിടെ ഇറാൻ്റെ മണ്ണിൽ കാലുകുത്തി ഒരാൾക്ക് വേണ്ടിയിട്ട് 100 കണക്കിന് പേര് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ എയർക്രാഫ്റ്റ് ഒക്കെ ആയിട്ട് വരികയാണ്. ഇത് സിനിമയിലല്ല, നമ്മൾ എവിടെയാണ് ഇത് കാണുന്നത്? ആദ്യം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം, ഇവൻ എന്തോന്നടേ പറയുന്നത്, സിനിമ എന്ത് സിനിമ, ഒരു ഓപ്പറേഷൻ അല്ല, ഇത് ഭയങ്കരമാണിത്. ഭയങ്കരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരമായിട്ടുള്ളൊരു സംഭവമാണ്. അമേരിക്കൻ ആർമി, അമേരിക്കൻ എയർഫോഴ്സും ഒക്കെ ചേർന്ന് ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഭയങ്കരം തന്നെ. 2 ദിവസമായിട്ട് ഈ ന്യൂസൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ അമേരിക്ക രക്ഷിച്ചോ, ഇറാൻ പിടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പല അഭ്യൂഹങ്ങളും വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം ലോകം ആദ്യമായിട്ട് അറിയുന്നത് ട്രംപിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ്. അതിനുശേഷമാണ് പിന്നീട് റോയിറ്റേഴ്സ് പോലുള്ള മാധ്യമങ്ങളൊക്കെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിവരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ട്രംപിൻ്റെ ആ പോസ്റ്റ് ഞാൻ മലയാളത്തിൽ വായിക്കാം. നമ്മൾ അദ്ദേഹത്തെ വീണ്ടെടുത്തിരിക്കുന്നു. എൻ്റെ സഹ അമേരിക്കക്കാരെ, കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ US സൈന്യം ചരിത്രത്തിൽ തന്നെ ഏറ്റവും സാഹസികമായിട്ടുള്ള ഒരു തിരച്ചിൽ രക്ഷാപ്രവർത്തനം, അതായത് സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ വിജയകരമായിട്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. നമ്മുടെ സൈന്യത്തിലെ ആദരണീയനായിട്ടുള്ള കേണലിനെയാണ് നമ്മൾ രക്ഷപ്പെടുത്തിയത്. അദ്ദേഹം ഇപ്പോൾ തികച്ചും സുരക്ഷിതനാണെന്നുള്ള വിവരം ഞാൻ നിങ്ങളെ അറിയിക്കുന്നതിൽ എനിക്ക് അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. കാരണം ഈ ഒരു പോസ്റ്റാണ് പിന്നീട് വലിയ ചർച്ചകൾക്ക് ഇതുപോലുള്ള ഒരു അബ്സല്യൂട്ട് സിനിമ എന്ന് പറയുന്ന ഒരു സംഭവത്തിനൊക്കെ തിരികൊളുത്തിയിട്ടുണ്ടായിരുന്നത്. ബാക്കി വായിക്കാം. ഇറാനിലെ ദുർഘടമായിട്ടുള്ള മലനിരകളിൽ ശത്രുക്കളുടെ നിരീക്ഷണ വലയത്തിൽ അകപ്പെട്ടു പോയ ഈ ധീരയോദ്ധാവ് ഒറ്റയ്ക്കായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കമാൻഡർ ഇൻ ചീഫ്, സെക്രട്ടറി ഓഫ് വാർ, ജോയിൻറ്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ എന്നിവരും സഹപ്രവർത്തകരും 24 മണിക്കൂർ അദ്ദേഹത്തിൻ്റെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കുകയും രക്ഷാപ്രവർത്തനത്തിനായി സൂക്ഷ്മമായി പദ്ധതിയിടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു വയർലെസ് കമ്മ്യൂണിക്കേഷൻ റേഡിയോ ഡിവൈസ് ഉണ്ട്. അതുവഴി അമേരിക്കൻ ഫോഴ്സുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഞാൻ ജീവനോടെയുണ്ട്, എൻ്റെ ലൊക്കേഷൻ ഇതാണ്, കോർഡിനേറ്റ്സ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് GPS ട്രാക്കറും കയ്യിലുണ്ടല്ലോ. അപ്പോൾ ലൊക്കേഷൻ കൊടുക്കാം. അപ്പോൾ എപ്പോഴും ഇയാളുമായിട്ട് ടച്ചിലായിരുന്നു ഉണ്ടായിരുന്നത്, ഈ ഒരു സോൾജിയറുമായിട്ട്, പൈലറ്റുമായിട്ട്. ഇവിടെ അമേരിക്കൻ CIA, നമ്മളുടെ സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, ചാരസംഘടന ചെയ്തൊരു കാര്യമുണ്ടല്ലോ, അത് ബുദ്ധിപരമായിരുന്നു. അതായത് ഇറാനിയൻ ഫോഴ്സിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം വീണത് മറ്റൊരു സ്ഥലത്താണെന്ന് വരുത്തി തീർക്കാനായിട്ട് അങ്ങോട്ടാണ് ഞങ്ങൾ സെർച്ച് ഓപ്പറേഷൻ നടത്താൻ പോകുന്നത് എന്നുള്ള തരത്തിലൊക്കെയുള്ള ഒരു വാർത്ത കൊടുക്കുകയാണ്. വാർത്ത എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഒരു വാർത്തയല്ല, മറിച്ച് ഇറാൻ വിചാരിക്കുന്നത് ഞങ്ങൾക്ക് ചോർന്ന് കിട്ടിയ വാർത്തയാണ് എന്ന് വിചാരിക്കുന്ന തരത്തിലൊരു കഥ മെനയുകയാണ്. കാരണം അവരുടെ ശ്രദ്ധ അങ്ങോട്ട് പോകണമല്ലോ. അങ്ങനത്തെ ഒരു കളിയൊക്കെ CIA ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ബാക്കി വായിക്കുകയാണെങ്കിൽ, എൻ്റെ നിർദ്ദേശപ്രകാരം ലോകത്തിലെ ഏറ്റവും മാരകമായിട്ടുള്ള ആയുധങ്ങൾ സജ്ജീകരിച്ച ഡസൻ കണക്കിന് വിമാനങ്ങളാണ് അദ്ദേഹത്തെ തിരികെ എത്തിക്കാൻ US സൈന്യം അയച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകളൊക്കെയാണ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് ഒരൊറ്റ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്രത്തോളം ചിലവ് തന്നെ, കോടിക്കണക്കിന് രൂപ വരും കേട്ടോ ഇതെല്ലാം കൂടെ. അദ്ദേഹത്തിന് ചില പരിക്കുകൾ പറ്റിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഉടൻ സുഖം പ്രാപിക്കും. മറ്റൊരു ധീരനായ പൈലറ്റിനെ കഴിഞ്ഞ ദിവസം നമ്മൾ രക്ഷപ്പെടുത്തിയിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ബോർഡർ പ്രദേശത്ത്, അതിർത്തി പ്രദേശത്താണ് വീണതുകൊണ്ട് അദ്ദേഹത്തെ പെട്ടെന്ന് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു പൈലറ്റ് അല്ലെങ്കിൽ ആ ഒരു ഓഫീസറായിരിക്കും, അദ്ദേഹമാണ് ഇവിടെ നിലവിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം നമ്മൾ
രക്ഷിച്ചു. എന്തായാലും സൈനിക ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ശത്രു രാജ്യത്തിൻ്റെ ഉള്ളിൽ നിന്നും 2 US പൈലറ്റുമാരെ വെവ്വേറെ ദൗത്യങ്ങളിലൂടെ രക്ഷിക്കുന്നത്. നമ്മളൊരു അമേരിക്കൻ പോരാളിയെയും ഉപേക്ഷിക്കില്ല. അത് കുറച്ച് ഇതായിട്ട് ഒരു സ്പെസിഫിക്കലി എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഒരൊറ്റ അമേരിക്കൻ സൈനികന് പോലും ജീവഹാനിയോ പരിക്കോ ഏൽക്കാത്ത ഈ 2 ദൗത്യങ്ങളും പൂർത്തിയാക്കാൻ സാധിച്ചു. 2 പറയുന്ന ആദ്യം ഒരു വ്യക്തിയെ രക്ഷിച്ചു, പിന്നീട് രണ്ടാമത്തെ ഈ ഒരു വ്യക്തിയെ രക്ഷിച്ചു. രണ്ടാമത്തെ ആളെ രക്ഷിക്കാനായിരുന്നു ഭയങ്കര പാടുണ്ടായിരുന്നത്. ഈ ഒരു രക്ഷാപ്രവർത്തനം എന്നുള്ളത് ഇറാനിയൻ ആകാശത്തിന് മുകളിൽ നമുക്കുള്ള സമ്പൂർണ്ണ ആധിപത്യം ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. പക്ഷേ ബാക്കി അത്ര കുറച്ചുകൂടെ ഉള്ളൂ. എന്തായാലും സമ്പൂർണ്ണ ആധിപത്യം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരുപാട് യുദ്ധവിമാനങ്ങൾ തകർത്തു. ഇതിനോടകം തന്നെ 13 അമേരിക്കൻ വൈമാനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു മരണപ്പെട്ടവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സമ്പൂർണ്ണ ആധിപത്യം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. 13 പേരുടെ ജീവനാണ് നിങ്ങൾ കളഞ്ഞത്, വേറെ വിശേഷമൊന്നുമില്ല. ട്രംപ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അയാൾ ഇവരെയൊക്കെ യൂസ് ചെയ്യുകയാണ്. അയാൾക്ക് സുഖമായിട്ട് അവിടെ ഇരുന്നാൽ മതി, വൈറ്റ് ഹൗസിൽ അവിടെ ഇരുന്നാൽ മതി. ഈ പാവങ്ങൾ വേണം പോരാടാനായിട്ട്. പക്ഷേ നമ്മൾ ട്രംപിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ എയർഫോഴ്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കരം തന്നെയാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. പക്ഷേ ആ ഒരു ഭയങ്കരന്മാരെ വെടിവെച്ചിട്ടവൻ, അതായത് കടുവയെ പിടിച്ച കിടുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടുവ മെയിനല്ലേ, അതാണ് സത്യം പറഞ്ഞാൽ ഇറാൻ. ഇവരുടെ പല യുദ്ധവിമാനങ്ങളും ഇറാൻ വെടിവെച്ചിടുകയാണ് കേട്ടോ. അവരുടെ കയ്യിലുള്ള സംവിധാനങ്ങൾ വെച്ചിട്ട് മിസൈലൊക്കെ അയച്ച് നേരെ തകർക്കുകയാണ്. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ എന്ന് പറഞ്ഞാൽ ട്രംപൊക്കെ പറയുന്നത് ഭയങ്കര സ്റ്റെൽത്ത് ടെക്നോളജിയാണ്, റഡാറിൽ പിടിക്കില്ല, അല്ലെങ്കിൽ റഡാറിൽ ഡയറക്റ്റ് ഷൂട്ടിംഗ് ആണ്. പക്ഷേ ഈ ഒരു മിസൈലുകളൊക്കെ വെട്ടിച്ച് പറക്കാൻ ശേഷിയുള്ള അത്രത്തോളം കേപ്പബിൾ ആയിട്ടുള്ള യുദ്ധവിമാനങ്ങൾ വൈമാനികരമാണുള്ളതെന്നാണ് പറയുന്നത്. എന്നിട്ടും ഇറാൻ അതിനെ വെടിവെച്ചിടുകയാണ്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതെല്ലാം അവിടെ നിൽക്കട്ടെ. അടുത്ത 24 മണിക്കൂർ കഴിയുമ്പോൾ എന്തോ ഒരു വലിയ സംഭവം വരാൻ പോവുകയാണ്. ഇത് ഞാൻ പറയുന്നതല്ല, ട്രംപ് പറയുന്നതാണ്. ട്രംപിൻ്റെ ഇന്നലെ വന്ന ഒരു പോസ്റ്റ് വായിക്കാം. കൃത്യം ഒരു 24 മണിക്കൂറായിട്ടുള്ള വന്നിട്ട്, റിമെമ്പർ വെൻ ഐ ഗേവ് ഇറാൻ 10 days ടു മേക്ക് എ ഡീൽ ഓർ ഓപ്പൺ അപ്പ് ഹോർമുസ് സ്ട്രൈറ്റ്. അതായത് ഓർക്കുക, ഞാൻ ഇറാൻ ഒന്നെങ്കിലും ഞാൻ പറഞ്ഞ ഡീൽ അംഗീകരിക്കുക എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഹോർമുസ് കടലിടുക്ക് തുറക്കുക. ഇത് രണ്ടും നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ ടൈം ഈസ് റണ്ണിങ് ഔട്ട്, സമയം പോയിക്കൊണ്ടേയിരിക്കുകയാണ്. 48 മണിക്കൂറിനുള്ളിൽ ഓൾ ഹെൽ വിൽ റൈൻ ഡൗൺ ഓൺ ദം, നരകമായിരിക്കും അവിടെ പെയ്യാൻ പോകുന്നതെന്ന്. എന്താണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്? അതായത് കൃത്യമായിട്ട് പറയുവാണെങ്കിൽ ഇനി വരുന്ന 48 മണിക്കൂറിൽ ഒന്നെങ്കിൽ ഞാൻ പറയുന്ന കരാറിന്, ഞാൻ പറയുന്ന എഗ്രിമെൻറ്റിൽ നിങ്ങൾ തയ്യാറാകുക, അല്ലെങ്കിൽ അത് വേണ്ട, നിങ്ങൾ ഹോർമൂസ് കടലിടുക്ക് തുറക്കുക, അല്ലെങ്കിൽ അടുത്ത 48 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങളുടെ മേൽ ഞാൻ നരകം പെയ്യിപ്പിക്കുമെന്ന്. അതായത് അത്രയും വലിയ ക്രൂരമായിട്ടുള്ള ബ്രൂട്ടലായിട്ടുള്ള ഒരു ആക്രമണമായിരിക്കും ട്രംപ് നടത്താൻ പോകുന്നതെന്ന് അദ്ദേഹം പച്ചയ്ക്ക് പറയുകയാണ്. ഇപ്പോൾ തന്നെ 24 മണിക്കൂർ കഴിഞ്ഞു ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ. ഇനി അടുത്ത 24 മണിക്കൂറുകൾ മാത്രമാണുള്ളത്. എന്താണ് ട്രംപ് ചെയ്യാൻ പോകുന്നതെന്ന് ഒരു പിടിയിൽ. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് പണ്ടിതുപോലെ അമേരിക്ക കൊടുത്തൊരു സർപ്രൈസാണ്. മറ്റൊന്നുമല്ല, ഹിരോഷിമ നാഗസാക്കി പോലും എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ പേടിച്ചോ? ഇറാൻ പേടിച്ചില്ല. അത് തന്നെയാണ് അവരുടെ ധൈര്യം എന്നുള്ളത്. ഭയങ്കരം തന്നെ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പെർസ്പെക്റ്റീവ് തന്നെ മാറിപ്പോയി ഇറാനെ പറ്റിയിട്ടുള്ളത്. അവർ പറഞ്ഞ് നിങ്ങളെ കൊണ്ടാവുന്നത് ചെയ്യും, ഞങ്ങൾ സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇസ്രായേലോ അമേരിക്ക ഒരിക്കലും ചിന്തിക്കാത്ത, അവർ സ്വപ്നം പോലും കാണാത്തൊരു സർപ്രൈസാണ് ഞങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്കും അറിയാം ഞങ്ങളോ ചെയ്യുമെന്ന് ഇറാൻ്റെ IRGC പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അവരുടെ ധൈര്യം എന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരുടെ ഒരു മെൻറ്റാലിറ്റി എന്നുള്ളത് ഒന്നെങ്കിൽ പോരാടുക അല്ലെങ്കിൽ മരിക്കുക, അല്ലാതെ അതിൻ്റെ ഇടയിലൊരു ഓപ്ഷൻ ഇല്ല. ആ ഒരു ഓപ്ഷൻ അവർ സ്വീകരിക്കുന്നുമില്ല. ഇതാണിപ്പോൾ അവരെടുക്കുന്ന സ്റ്റാൻഡ്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ന് പറഞ്ഞിട്ടുള്ള ഡയലോഗ്. അതായത് ഇത്രയും വലിയ നരകം പെയ്യിപ്പിക്കുമെന്ന് പറയുമ്പോൾ പോലും അവർ പറയുന്നത് നിങ്ങളെ കൊണ്ടാവുന്നത് ചെയ്യും, നിങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത, ഇസ്രായേലും അമേരിക്കയും സ്വപ്നത്തിൽ ചിന്തിക്കാത്ത ഒരു സർപ്രൈസാണ് തരാൻ പോകുന്നതെന്നാണ്. എന്തായി തീരുവെന്തോ ഒരു പിടിയിൽ ഇതെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. യുദ്ധം തീരുമെന്ന് ഇങ്ങനെ വിചാരിക്കുക, അവിടെ നേരെ ഇത് പീക്കിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും. എന്തായാലും ഇതൊക്കെ നല്ലതുപോലെ അവസാനിച്ചാൽ കൊള്ളാം, നമുക്കും കൊള്ളാം, എല്ലാ ജനങ്ങൾക്കും കൊള്ളാം. ഇതിലൊക്കെ അഫക്റ്റ് ചെയ്യുന്നത് ട്രംപൊന്നും അഫക്റ്റഡ് ആകത്തില്ല. അയാൾക്കൊക്കെ അവിടെ സുരക്ഷിതമായിട്ടിരിക്കാൻ പറ്റുമല്ലേ. ഇറാൻ എന്തായാലും അമേരിക്കയിലേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അമേരിക്കയ്ക്ക് ഇറാനിലേക്ക് ചെയ്യാനും പറ്റും. അതുകൊണ്ട് ഇതിലൊക്കെ അഫക്റ്റഡ് ആകുന്ന ആരാണ്? സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. ഇനി സർപ്രൈസ് കൂടിയാൽ എന്താണ് പ്രശ്നം? ഇറാൻ കൊടുക്കുന്ന സർപ്രൈസ് കൂടിയാൽ എന്താണ് പ്രശ്നം? ആരാണ് അഫക്റ്റഡ് ആകാൻ പോകുന്നത്? അമേരിക്കയാണോ? അല്ല. ബാക്കി ആരാണ്? നമ്മളാണ്, നമ്മളുടെ പ്രവാസികളാണ്. കാരണം നിലവിൽ ഇറാൻ ഏറ്റവും കൃത്യവും ശക്തവുമായിട്ട് ആക്രമിക്കാൻ പറ്റുന്നത് ഇപ്പോൾ അടുത്തുള്ള GCC രാജ്യങ്ങളാണ്. അതുതന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിലേക്കൊക്കെ കുറച്ച് ആക്രമണങ്ങൾ നടത്താം, പക്ഷേ അത് ഒരുപാട് റേഞ്ച് അപ്പുറത്തായതുകൊണ്ട് അതിന് ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ ഗൾഫിലേക്ക് എളുപ്പത്തിൽ നടത്താൻ പറ്റുമല്ലേ. അപ്പോൾ ഈ ഒരു സർപ്രൈസ് എന്ന് പറയുന്ന അറ്റാക്ക് ഗൾഫിലേക്ക് ആയിരിക്കും വരുന്നത്. അങ്ങനെയെങ്കിൽ അഫക്റ്റ് ചെയ്യുന്ന ആരെയാണ്? നമ്മളിൽ ഒരാളെയാണ്. നിങ്ങൾക്കറിയാവുന്ന ഒരാളെങ്കിലും, നിങ്ങളുടെ സുഹൃത്താകാം, ബന്ധുവാകാം, ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യും. അതാണ് പ്രശ്നം. ഈവൻ നിങ്ങളുടെ മകനോ അച്ഛനോ സഹോദരനോ സഹോദരിയോ ഒക്കെ ഉണ്ടാകാമല്ലേ, അവരെയൊക്കെ അഫക്റ്റ് ചെയ്യും. അത് സംഭവിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, യുദ്ധം ആർക്കും നല്ലതിനല്ല. യുദ്ധം ലോകത്തെ നശിപ്പിക്കും. എല്ലായിടത്തും സമാധാനം ഉണ്ടാകട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവരും ശാന്തിയും സമാധാനത്തിനും സുഖത്തിലും ഇരിക്കട്ടെ. നല്ലതുപോലെ കാര്യങ്ങൾ പോട്ടെ. യുദ്ധം
കാരണം അഫക്റ്റ് ചെയ്യുന്നത് സാധാരണക്കാരുള്ള ജനങ്ങളെയാണ്. അത് എവിടെ നടക്കുന്നതാണെങ്കിലും നമ്മളെ എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ മനസ്സിലായില്ലേ, അമേരിക്കയും ഇസ്രായേലും ഇറാനുമായിട്ടുള്ള പ്രശ്നത്തിൽ നമ്മളുടെ മലയാളികൾ വരെ GCCയിൽ അഫക്റ്റഡ് ആകുന്നു. അവിടെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. വാട്ട് എവർ ഇറ്റ് മേ ബി, ഇത് പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാതെ മാത്രമേ നമുക്കിപ്പോൾ ചെയ്യാനുള്ളൂ. പിന്നെ തുടക്കത്തിൽ പറഞ്ഞ മാർക്കറ്റ് വുൾഫ് ആപ്പിനെ പറ്റി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇതിനോടകം തന്നെ 2 മില്യണിലധികം ആൾക്കാർ ഉപയോഗിക്കുന്ന ഈ ആപ്പ് വഴി നിങ്ങൾക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചു തുടങ്ങാവുന്നതാണ്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും മാർക്കറ്റ് വുൾഫ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. It's me, Ashwin Madapalli, signing out.